എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്നിട്ട് മുടി കൊഴിച്ചിൽ തടയാൻ പറ്റുന്നത്. ഒരു സാധനം തേക്കാതെ, അല്ലെങ്കിൽ ഒരു സാധനം വേദന ഉള്ള ഒരു സാധനം ചെയ്യാതെ, ഒന്നും തലയിൽ തേക്കാതെ സുഖമായിട്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഒറ്റയടിക്ക് നിർത്താൻ പറ്റും. ഒറ്റയടിക്ക് മീൻസ് ഇന്നിപ്പോൾ ചെയ്തു നാളെ നിൽക്കുക എന്നല്ല. ഞാൻ ഈ ഒറ്റയടിക്ക് ഒന്നും ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് കുറയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ സ്വരൂപിച്ചൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിനെപ്പറ്റി. പക്ഷേ വളരെ വളരെ എഫക്റ്റീവാണ്. FDA, അതായത് നമുക്ക് അപ്രൂവൽ തരുന്ന ഒരു സാധനമാണല്ലോ FDA. ഇന്ത്യക്ക് സെപ്പറേറ്റ് ഇന്ത്യൻ്റെ അപ്രൂവൽ നൽകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും എല്ലാവരും FDAനെയാണ് കൺസിഡർ ചെയ്യുക. അമേരിക്കക്കാരെയാണ് ഫോളോ ചെയ്യുന്നത്. FDA അപ്രൂവൽ 2007 ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതാണ്. അതെന്താ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫോട്ടോ ബയോ മോഡുലേഷൻ എന്ന് പറയും. ഈ ഫോട്ടോ ബയോ മോഡുലേഷൻ വഴി എങ്ങനെ മുടി ഒഴിച്ച് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോട്ടോ ബയോ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ബയോ സ്റ്റിമുലേഷൻ എന്നും പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഫോട്ടോൺ വെച്ചിട്ട്, ഫോട്ടോൺ എന്ന് വെച്ചാൽ ലൈറ്റിലുള്ള എനർജി, ലൈറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റിമുലേഷൻ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് പ്രത്യേക വേവ് ലെങ്ത്ത്, അതായത് ഒരു 650 എബവ് വേവ് ലെങ്ത്തിൻ്റെയും 1200 വേവ് ലെങ്ത്തിൻ്റെ ഇടയിലുള്ള ലൈറ്റുകൾ നമുക്ക് പ്രത്യേക രീതിയിൽ ഒരു പോയിന്റിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മളെ സ്റ്റെം സെൽസിനെ വരെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്ന് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല. അന്ന് അവർ 2007 കൊടുത്തത് ഫോട്ടോ ബയോ മോഡുലേഷനിൽ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ അതിൽ മനസ്സിലാവുന്നത് അതിന് സ്റ്റെം സെൽസിനെ വരെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ്. അതായത് എങ്ങനെയാണ് സ്റ്റെം സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ റെഡ് ലൈറ്റ്, അതായത് ഈ 650 നാനോമീറ്ററിൻ്റെ മുകളിലുള്ള വേവ് ലെങ്ത്തുള്ള ലൈറ്റുകൾ എന്ന് പറയുമ്പോൾ റെഡ് ലൈറ്റും നിയർ ഇൻഫ്രാറെഡ് ലൈറ്റുകളുമാണ്. ഈ റെഡ് ലൈറ്റ് തെറാപ്പി എന്നാണ് ഇതിന് വേറൊരു പേര് പറയുക. ഈ റെഡ് ലൈറ്റ് എന്ന് വെച്ചാൽ ലേസർ പോലത്തെ ഒരു ഉപകരണം വെച്ചിട്ട് നമ്മൾ ലൈറ്റിനെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ LED ലൈറ്റ് വെച്ചിട്ടൊന്നുമല്ല ഇത് ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കുക. ചില ആളുകൾ ഈ നമുക്ക് ലൈറ്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ട് ഈ LED ലൈറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിന്നിട്ട് വലിയ കാര്യമില്ല. കാരണം അതിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ ആ ഒരു LED ഫോട്ടോൺസ് കുറവാണ്, അതിൽ എനർജി കുറവാണ്. പക്ഷേ നേരെ മറിച്ച് ലേസർ ആയിരിക്കുമ്പോൾ റെഡ് ലൈറ്റ് ലേസർ ഉണ്ടാകുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് തന്നെ കൊടുക്കാൻ പറ്റും, പരന്ന് പോവില്ല. അത് പരന്നിങ്ങനെ പോവില്ല. അപ്പോൾ നിങ്ങൾ റെഡ് ലൈറ്റ് തെറാപ്പി ആ മിഷൻ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കോമ്പുണ്ട്, അതിൻ്റെ ചെറിയ ഉപകരണമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനമുണ്ട്, അതിൻ്റെ ലൈറ്റ് ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ക്യാപ്പ് വരെ കിട്ടും. ആ ക്യാപ്പൊക്കെ 10-29,000 റുപ്യക്കൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് കോമ്പ് വാങ്ങുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഹാങ്ങിങ് ലൈറ്റ് വാങ്ങുന്നതൊക്കെ ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 20 മിനിറ്റ്സ് നിങ്ങളെ തലയിൽ അത് വെച്ച് ഒന്ന് സ്റ്റിമുലേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കുറയും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ യൂസസ്, റെഡ് ലൈറ്റ് കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ് ലൈറ്റ് കൊണ്ടുള്ള യൂസസിൽ ഫസ്റ്റ് യൂസ് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം പറയുക, അത് സർക്കുലേഷൻ അടിപൊളിയാക്കും. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് റെഡ് ലൈറ്റ് ഒരു പ്രത്യേക ഫോക്കസ് എടുത്തിട്ട് ഒരു 20 സെൻറ്റിമീറ്ററിൽ മാറ്റി നിങ്ങളിങ്ങനെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമായിട്ടോ ചെയ്യാം. അതിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ, അതുവഴി ബ്ലഡ് സർക്കുലേഷൻ ബെറ്റർ ആവണു. അതുവഴി നമുക്ക് കൂടുതൽ ഓക്സിജൻ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നു. അതുകൊണ്ടാണ് ഈ റെഡ് ലൈറ്റ് തെറാപ്പി നമുക്ക് പെയിൻ മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതായത് ഭയങ്കരമായിട്ട് പെയിൻ ഉള്ള ആളുകൾക്കൊക്കെ അവിടെയെങ്കിലും വേദന, മുട്ടുവേദന, കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ലേസർ റെഡ് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ വളരെയധികം ഭയങ്കര ബെറ്ററായിട്ട് മാറും. അത് തെളിയിച്ചതാണ്, ഇത് വെറുതെ പറയുന്നതല്ല. 2007 FDA അപ്രൂവ്ഡ് ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് തെളിഞ്ഞ കാര്യമാണ്. ഈ റെഡ് ലൈറ്റ് തെറാപ്പി വെച്ചിട്ട് നമുക്ക് പെയിൻ മാനേജ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അടുത്തതാണ് ഇതിൻ്റെ വേറൊരു ഫങ്ഷൻ എന്ന് വെച്ചാൽ, മുടിയിൽ കൊടുക്കുകയാണെങ്കിൽ ഈ മുടി കൊഴിച്ചിൽ വളരെയധികം കുറയ്ക്കും. അതും ഇതിൽ തെളിഞ്ഞ കാര്യമാണ്. മുടി കൊഴിച്ചിൽ വളരെ കൂടുതലായിട്ട് കുറയ്ക്കും ചെയ്യും.
മീൻസ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ ആക്കി മാറ്റും. ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1 മന്ത് കൊണ്ടും അല്ലെങ്കിൽ ഏകദേശം ഒരു 1 മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് റെഡ് ലൈറ്റ് തെറാപ്പി. അപ്പോൾ ഞാൻ അടുത്തത് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഈ റെഡ് ലൈറ്റ് തെറാപ്പി നമ്മുടെ ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു നല്ല സർക്കുലേഷനാണ്, അതുവഴി പെയിൻ മാനേജ്മെൻറ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുക. റെഡ് ലൈറ്റ് തെറാപ്പി വെച്ചിട്ട് നിങ്ങൾ റെഡ് ലൈറ്റ് പ്രത്യേക ഒരു ആംഗിൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിലോട്ട് ഒരു സാധനത്തിന് റിലീസ് ചെയ്യും. അതിൻ്റെ പേരാണ് നൈട്രിക് ഓക്സൈഡ്. ഈ നൈട്രിക് ഓക്സൈഡ് റിലീസ് ആയി കഴിഞ്ഞാൽ ഇത് ബ്ലഡ് വഴി ഇങ്ങനെ പോയി അടുത്തുള്ള മസിൽസിനെ മസിൽസിന് പോയി ബൈൻഡ് ചെയ്യും. ഈ മസിൽസിന് പോയി നൈട്രിക് ഓക്സൈഡ് ബൈൻഡ് ചെയ്യുമ്പോൾ മസിൽ റിലാക്സ് ആവണം. അതുവഴി കൺസ്ട്രിക്റ്റ് ആയി ചുരുങ്ങി നിന്ന മസിൽസൊക്കെ റിലാക്സ് ആവണം. അതുവഴി രക്തയോട്ടം അവിടെ സുഖമായി നടക്കണം. മനസ്സിലായില്ലേ? അതായത് മസിൽസ് ചുരുങ്ങി നിന്നാൽ അത് കൂടിയുള്ള വെസൽസും അത് കൂടി രക്തം പോകുന്ന കുഴലുകളും ചുരുങ്ങിപ്പോവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ മസിൽ വികസിക്കുമ്പോൾ ഈ രക്തക്കുഴലും ഓട്ടോമാറ്റിക്കായിട്ട് വികസിക്കും. അതുവഴി നല്ല രീതിയിൽ സർക്കുലേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ആദ്യത്തെ ഗുണം. ഹീമോഗ്ലോബിൻ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്തിട്ട് അതുവഴി നമ്മളെ മസിൽ റിലാക്സേഷൻ ചെയ്യുന്നു. അതുവഴി നമുക്ക് സർക്കുലേഷൻ ബെറ്റർ ആക്കണം. ഇനി എങ്ങനെയാണ് നമ്മുടെ സ്റ്റെം സെൽസിനെ ഇത് എങ്ങനെയാണ് സ്റ്റെം സെൽസ് അല്ല ഹെയർ ഫോൾ എങ്ങനെയാണ് ഇത് കുറയ്ക്കണമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റെം സെൽസാണ് പിന്നീട് ഹെയർ സൈക്കിൾ കഴിഞ്ഞ് അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞ് പുതിയ ഹെയർ സെല്ലായിട്ട് മാറുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹെയർ സൈക്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സ്റ്റെം സെൽസ്. അവിടെ നിന്നാണ് ഒറിജിനേഷൻ എല്ലാത്തിലും. അപ്പോൾ ഈ സ്റ്റെം സെൽസിന് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ATP മൈറ്റോകോൺട്രിയ എന്നൊക്കെ. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയയിൽ ATP എന്ന് പറയുന്ന സാധനമുണ്ട്, അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഈ റെഡ് ലൈറ്റിന് ഈ അഡനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ റെഡ് ലൈറ്റിൽ നമ്മൾ തലയിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അഡനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുവഴി എന്താ ഉണ്ടാവുന്നത്? അതുവഴി നമ്മളെ ഓൾറെഡി ടീലോജൻ ഫേസ് കിടന്നിരുന്ന മുടിനെ റീഎൻട്രി ചെയ്യാൻ, അതായത് അനാജൻ ഫേസിലോട്ട് റീഎൻട്രി ചെയ്യാൻ സഹായിക്കും. അത് തെളിഞ്ഞ കാര്യമാണ്. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു NIH എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ ഒരു ജേർണലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല FDA അപ്രൂവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് മൈറ്റോകോൺട്രിയ സ്റ്റെം സെൽസിലുള്ള മൈറ്റോകോൺട്രിയനെ ആക്ടിവേറ്റ് ആക്കണം. അതുവഴി ATP ആക്ടിവേറ്റ് ആവണം. ഈ ATP ആക്ടിവേറ്റ് ആകുമ്പോൾ എനർജി റിലീസ് ഉണ്ടാവണം. അതുവഴി ഓൾറെഡി ടീലോജൻ ഫേസ് കിടക്കുന്ന ഹെയർ സെൽ, അതായത് ഈ സ്റ്റെം സെൽസിൽ നിന്ന് ഹെയർ സെല്ലായി ആ ഹെയർ സെല്ല് ടീലോജൻ ഫേസിൽ ഇങ്ങനെ കിടക്കുക. ടീലോജൻ ഫേസ് എന്ന് പറയുമ്പോൾ കൊഴിച്ചിലിൻ്റെ ഫേസാണെന്ന് നിങ്ങൾക്കറിയാലോ. ആ ഫേസിൽ നിന്ന് നേരെ റീഎൻട്രി, അതായത് തിരിച്ച് വീണ്ടും കയറും എങ്ങോട്ട്? അനജൻ ഫേസിലോട്ട്, ഗ്രോത്ത് ഫേസിലോട്ട് തിരിച്ച് കയറുന്നു. അതാണ് നമ്മളെ മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ഇവിടെ കേരളത്തിൽ ആരും അധികം പറഞ്ഞു കൊടുത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇത് യൂസ്ഫുൾ എന്നുള്ളത് അധികം എവിടെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഈവൻ ഇൻ ദ നെറ്റ് അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്തില്ല. അത് ഞാൻ കുറേ വായിച്ചിട്ടാണ് എനിക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയത്. അപ്പോൾ ഇത് വളരെ നല്ല ഞാൻ പേഴ്സണലി ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല എഫക്റ്റീവാണ്. നമ്മളൊരു 3 വീക്സൊക്കെ ഇത് അടുപ്പിച്ച് ചെയ്യണം, എന്നാലേ നമുക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കിട്ടാനുള്ള സൈറ്റും ഇതൊക്കെ ഞാൻ ഇവിടെ ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് നല്ല എക്സ്പെൻസീവാണ്. ആൾക്കാർ വെറുതെ അത് വാങ്ങി ഇനി അത് അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഈ ആമസോണിലൊക്കെ ഉള്ളത് ഒറിജിനലാണോ എന്ന്. അതിനേക്കാൾ നല്ലത് ഞാൻ ആമസോണിലുള്ളത് ഇടുന്നില്ല, പ്രത്യേക സൈറ്റുകൾ ഞാൻ ഇട്ടുതരാം. ആ സൈറ്റിൽ പോയിട്ട് വാങ്ങിയാൽ മതി. അല്ലാതെ ആമസോണിൽ വാങ്ങുമ്പോൾ വി കാൺട്ട് ട്രസ്റ്റ് ഇറ്റ്. അത് എത്രത്തോളം ജെന്യുവിനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു മേഖലയിൽ, ബാക്കിയെല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ഒരു മേഖലയിൽ ഈ ഒരു ഫീൽഡിൽ ലൈറ്റ് എന്ന് പറഞ്ഞ് നോർമൽ LED ലൈറ്റും വെച്ച് കളിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്ത്യയിലുള്ളത്. ആ LED ലൈറ്റ് അല്ല ഇതെന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് ലേസർ ലൈറ്റ്. ഓക്കെ, താങ്ക് യു.